ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ കാട്ടുത്തിക്കിളി കൂടി പുതിയ പ്രൊമോയില് സുധീഷ് അപകടത്തിൽ. അതേ കൂട്ടുകാരെ, നമ്മുടെ നിധിയുടെ അച്ഛൻ സുധീഷിനെ കൊടുക്കാൻ വേണ്ടി നിധിനെയും ആ കുടുംബക്കാരെ മൊത്തം എല്ലാവരെയും വിളിച്ചിട്ട് നമ്മുടെ സുധീഷിന് ഒരു ബാഗ് നിറയെ ഗോൾഡ് ബിസ്ക്കറ്റും ഗോൾഡ് കോയിനൊക്കെ ആയിട്ട് കൊടുത്തു വിടുന്നുണ്ട്, ഒരു സ്ഥലത്ത് സേഫ് ആയിട്ട് എത്തിക്കണം എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മുടെ നിധിയുടെ അച്ഛൻ തന്നെ ഇടക്ക് കുറെ ഗുണ്ടകളെയും ഏർപ്പാട് ചെയ്തിട്ടുണ്ടാകും ആ ബാഗ് പിടിച്ച് മേടിക്കണം. എന്നിട്ട് അവനെ എന്താ പറയുക, ഒരു സ്ഥലത്ത് പൂട്ടിയിട്ട് കുറെ ഇടിയിടിച്ചോ മർദ്ദിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും, സെറ്റാക്കി വെച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ സുധീഷ് പോകും വഴി ആ ഗുണ്ടകൾ ആക്രമിച്ച് ബാഗ് തട്ടിയെടുത്തുകൊണ്ട് പോകുകയും നമ്മുടെ സുധീഷിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിട്ട് ഭയങ്കരമായിട്ട് കുറെ അടിയടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നിധിയുടെ അച്ഛനും എന്താ പറയാ നിധിയുടെ ആങ്ങളെയും തമ്മിൽ അവിടെ ഭയങ്കര നാടകം കളിക്കുന്നുണ്ട്. അവൻ ആ ബാഗായിട്ട് മുങ്ങിയെന്ന് തോന്നുന്നു, അവനെയും കാണുന്നില്ല വണ്ടിയും കാണുന്നില്ല എന്നും പറഞ്ഞപ്പോൾ ഒരാൾ വിളിച്ചിരുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ തന്നെ നിധി ഭയങ്കര ടെൻഷനിൽ നിൽക്കുവാണ്. നിധി ഇപ്പൊ ഇക്കാര്യം നമ്മുടെ സുധീഷിന്റെ ചേട്ടനനിയന്മാരെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. സുധീഷിനെ ഇങ്ങനെ കൊടുത്തു വിട്ടായിരുന്നു, പക്ഷെ ഇപ്പൊ സുധീഷും ഇല്ല, വണ്ടിയില്ലാത്ത അവസ്ഥയായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർക്കറിയാം സുധീഷ് അങ്ങനെ കൈവിട്ട കളിയൊന്നും ചെയ്യത്തില്ല, സുധീഷ് അത്രക്കാരനല്ല, സുധീഷ് അങ്ങനെ അതുകൊണ്ട് ഒളിച്ചോടൂല എന്ന് അവർക്കറിയാം. അങ്ങനെ അവർക്ക് മനസ്സിലായി സുധീഷ് എന്തോ അപകടത്തിലാണെന്ന്. അങ്ങനെ തന്നെ അവര് 3 പേരും കൂടെ സുധീഷിനെ അന്വേഷിച്ചിറങ്ങുന്നതും ശേഷം നമ്മുടെ സുധീഷിനെ കെട്ടിയിട്ട സ്ഥലത്ത് അവരെങ്ങനെയൊക്കെയോ എത്തിപ്പെടുന്ന ഒരു രംഗങ്ങളും അവിടുത്തെ ഗുണ്ടകളുമായിട്ട് നമ്മുടെ ഈ അനിയന്മാരും സുഭാഷ് ഏട്ടനൊക്കെ കൂടി അടിപിടി കൂടുന്ന രംഗങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ നിധിയുടെ അച്ഛനാണെങ്കിൽ സുധീഷിനെ അവിടെ വെച്ച് തന്നെ ഇല്ലാതാക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഇവര് വന്ന് നമ്മുടെ സുധീഷിനെ രക്ഷപ്പെടുത്തുമ്പോഴായിരിക്കും ശരിക്കും അവിടെ നടന്ന കഥ എല്ലാവരും അറിയാൻ പോകുന്നത്, അല്ലേ കൂട്ടുകാരെ? നമ്മുടെ നിധിയും നമ്മുടെ സുധീഷിനെ വല്ലാതെ സംശയിച്ച് നിൽക്കുകയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. ഇനി സത്യാവസ്ഥകൾ അറിയുമ്പോൾ നമ്മുടെ സുധീഷിനെ നമ്മുടെ നിധി സ്നേഹിച്ച് തുടങ്ങിക്കോളും, അല്ലേ കൂട്ടുകാരെ? കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.